ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു നേച്ചർ ഹഗ്സ്. കഴിഞ്ഞ മഴക്കാലം എൻ്റെ അഡീനിയം ചെടികളിൽ ഉണ്ടാക്കിയ രോഗബാധയും അതിനെ ഞാൻ അതിജീവിച്ച രീതിയുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഈ കാണുന്ന ഇലകൾ പുഴു തിന്നുകൊണ്ടിരിക്കുകയാണ്. പുഴുക്കേട് വന്ന ഭാഗം ഇതുപോലെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റു ചില ചെടികളിൽ ഇലകളുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് മഞ്ഞ നിറം കലരാൻ തുടങ്ങി. ഇതൊക്കെ ഉള്ളിലേക്ക് മടങ്ങി വളർച്ച മുരടിച്ചാണ് ഇരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഒത്തിരി പൂമൊട്ടുകൾ കൊഴിഞ്ഞുപോയി. ചെടികളിലെ പ്രധാന കടന്നുകയറ്റക്കാർ മുഞ്ഞ, മീലിബഗ്, പുഴുക്കൾ എന്നിവയാണെന്ന് കണ്ടുപിടിച്ചു. ആദ്യമൊക്കെ പുഴുക്കളെ കൈകൊണ്ടെടുത്ത് കളഞ്ഞിരുന്നു. പിന്നീട് കൂടിക്കൂടി വന്നപ്പോഴാണ് കീടാണു നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. അതിനായി ഞാൻ കണ്ടെത്തിയ ഇൻസെക്ടിസൈഡ് ഏതെന്ന് നോക്കാം. ഇത് ധനുക എന്ന കമ്പനിയുടെ അരേവ 25% ആണ്. ഇത് വളരെ എഫക്റ്റീവായ ഇൻസെക്ടിസൈഡാണ്. ഇതിൻ്റെ വില 5 ഗ്രാമിന് 26 രൂപയാണ് വരുന്നത്. ഇതിലെ കണ്ടൻറ്റ് തരികളായാണ് ഉണ്ടാവുക. ഇത് ഡയറക്റ്റ് ചെടികളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനായി ഒരു സ്പ്രെഡിംഗ് ഏജൻറ്റ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ചെടികളിൽ പറ്റിപ്പിടിക്കുകയുള്ളൂ. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതൊരു വെറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഏജൻ്റാണ്. ഇത് എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പിലും ലഭിക്കുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടി എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് തയാമിത്തോക്സാം 25% അര ടീസ്പൂൺ ഇടുക. കുട്ടികൾക്ക് സിറപ്പെല്ലാം കൊടുക്കുന്ന മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തതായി സ്പ്രെഡിംഗ് ഏജൻറ്റിൽ നിന്ന് 5 ml എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇതിലെ തരികളെല്ലാം അലിഞ്ഞു തീരുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് തുടങ്ങാം. വൈകുന്നേരം 6 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻസെക്ടിസൈഡ് ഡ്രൈ ആവാതെ ഒത്തിരി നേരം ചെടിയിൽ തങ്ങി നിൽക്കും. ചെടിയുടെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഒത്തിരി കീടാണുശല്യം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം എന്ന തോതിൽ 3 ആഴ്ച തുടർച്ചയായി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് മാസത്തിൽ ഒരിക്കലായി കുറയ്ക്കുകയും വേണം. ഇത്തരത്തിൽ നമ്മുടെ അഡീനിയം ചെടികളെ കീടാണുബാധയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് അറിയിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.